കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ നിങ്ങൾ ഇവിടുന്ന് ഈ പ്രദേശത്തൊക്കെ ഒന്ന് നടന്ന് ചുറ്റിയിട്ട് നോക്കി ഒരു വീട്ടിൽ ആളില്ല. +2 കഴിയുമ്പോൾ പിള്ളേർ വിദേശത്തോട്ട് കിടക്കുകയാണ്. മാതാപിതാക്കളും കൂടെ ഇവിടുന്ന് കൊണ്ടുപോകാം. ഇവിടുന്ന് ഓടി രക്ഷപ്പെടുക. പക്കാ കാർഷിക വൃത്തി കൊണ്ട് മാത്രം സുഖമായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു നാട്ടിൽ പട്ടിണിയാണ്. ഇവിടെ വ്യാവസായിക മേഖല ശ്രദ്ധിച്ചു. കൃഷിക്ക് റബ്ബറിന് വിലയില്ല, വ്യാവസായിക മേഖലയും തകർന്നിരിക്കുന്നു. അങ്ങനെ അടിസ്ഥാനപരമായി ഈ നാട്ടിൽ കാർഷിക മേഖലയിൽ ഇത് ഇപ്പോൾ എന്നോട് ഒത്തിരി നിൻ്റെ ഭാവി എന്താവും, എൻ്റെ ഭാവി എന്താവുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. രാഷ്ട്രീയപരമായി ഞാൻ പറയല്ലേ, ഞാൻ എന്നെ എത്രമാത്രം പാർട്ടി പ്രയോജനപ്പെടുത്തുന്നു അത്രമാത്രം പാർട്ടിയുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ പറമ്പിൽ പോയി കിളയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ശൈലി. ഞാൻ പറഞ്ഞത് നമ്മളിലൂടെ ചെറിയ ജീവിതമല്ലേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം പണമുണ്ടാക്കുക, പ്രശസ്തനാകുക, മന്ത്രിസ്ഥാനം ഉണ്ടാകുക എന്നുള്ളതല്ല, ജനങ്ങളുടെ മനസ്സിലിടം പിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുത്ത നേതാക്കന്മാരെയൊക്കെ നമ്മൾ ഓർക്കുന്നത്, അല്ലെ കേരളത്തിൽ തന്നെ പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരെ നമ്മൾ ഓർക്കുന്നത്? അവർ മുഖ്യമന്ത്രിമാരായിരുന്നതല്ല നമ്മൾ ഓർക്കുന്നത്. നമുക്ക് അറിയാൻ മേലാത്ത പേര് പരിചയമില്ലാത്ത, പുതിയ തലമുറയ്ക്ക് പേര് പരിചയമില്ലാത്ത മുഖ്യമന്ത്രിമാരുണ്ട്. അവരുടെ കാലത്ത് എന്ത് ചെയ്തു, ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? കെ കരുണാകരനെ എന്താ ഓർക്കുന്നത്? കെ കരുണാകരൻ പ്രഗത്ഭനായ മുഖ്യമന്ത്രിയാണ്. എന്തുകൊണ്ടാണ് കെ കരുണാകരനെ ഓർക്കുന്നത്? കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു ബ്രാൻഡാണ്. ഈ നാടിന് വേണ്ടി അദ്ദേഹം ചെയ്തൊരു വലിയ കാര്യമാണ്. ഇപ്പം കൊച്ചി മെട്രോ, നമ്മൾ ഉമ്മൻചാണ്ടി ഓർക്കും നമ്മൾ ഇല്ല, നമ്മൾ തീർച്ചയായിട്ടും. അല്ലെങ്കിൽ മറ്റേ വിഴിഞ്ഞം തുറമുഖം നമ്മൾ ഉമ്മൻചാണ്ടി ഓർക്കും. ആക്ഷേപങ്ങളൊക്കെ എന്തൊക്കെയാണോ നമ്മൾ ഉമ്മൻചാണ്ടി ഓർക്കും. തിരുവനന്തപുരം ടെക്നോ പാർക്ക് നമ്മൾ EK നായനാരെ ഓർക്കും. അപ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റി മറിച്ചിട്ടുള്ള ഇന്നോവേറ്റീവ് സ്റ്റെപ്സാണ്. അപ്പം ഒരു പൊതുപ്രവർത്തകനെ നാളെ ഓർത്തിരിക്കേണ്ടത് അവൻ ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുകൊണ്ടാണ്. ഞാൻ അങ്ങനെ കാണുന്ന ആളെ. ഞാൻ പറയല്ലോ, എനിക്ക് എന്ത് ചോദിച്ചാലും എൻ്റെ പാർട്ടിയിൽ നിന്ന് തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്നെ അത്രയും സ്വീകാരനാണ്, എന്നെ അത്രയും ഇഷ്ടമാണ് എൻ്റെ സംസ്ഥാന നേതൃത്വം മുതൽ. അപ്പോൾ സുരേന്ദ്രൻ്റെ നിങ്ങൾ ഇൻ്റർവ്യൂ കണ്ടു നോക്കി എന്നെക്കുറിച്ച് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ നഡ്ഡാജിയെ വിളിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ ചോദിച്ചു നോക്കിയോ, അവർക്കെല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷേ എൻ്റെ ലക്ഷ്യം, എനിക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഞാനിവിടെ പൊതുപ്രവർത്തനമായ സമൂഹത്തിലുണ്ടെങ്കിൽ എൻ്റെ സമൂഹത്തിന് എന്തെങ്കിലും ഞാൻ വഴി നേടിക്കൊടുക്കണം. അതാണ് അതിലെനിക്ക് വലിയ സ്ഥാനം ജനഹൃദയങ്ങളുണ്ടാവും. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ടല്ലോ, അങ്ങോട്ട് എന്തെങ്കിലും വോട്ട് മാത്രം കൊണ്ട് മേടിച്ചാൽ പോരല്ലോ, അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? അതെ, അത് മാത്രമല്ല ഈ BJP സംബന്ധിച്ച് കേരളത്തിലെ പൊതുവെ ഒരു അയിത്തം കൽപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു പാർട്ടി. അയിത്തൊക്കെ മാറി കേട്ടോ, ആ കാലഘട്ടമൊക്കെ മാറി. ഞാൻ പറയട്ടെ, ഞാൻ 2019 സുരേന്ദ്രൻ ചേട്ടന് പിന്തുണ കൊടുക്കുമ്പോൾ എനിക്ക് പള്ളിയിൽ പോകാൻ മേലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത്രയും പ്രതിരോധമായിരുന്നു.